എല്ലാവർക്കും NIOS 10ാം ക്ലാസ് മലയാളം ക്ലാസ്സിലേക്ക് ടീച്ചർ സ്വാഗതം പറയുന്നു. നമ്മൾ ഇന്നിപ്പോൾ എടുക്കുന്നത് കച്ചട്ടി സ്വാമിയാരുടെ കഥ എന്ന് പറയുന്ന ഒരു പാഠമാണ് എടുക്കാൻ പോകുന്നത്. ഒരു ഹാസ്യകഥയാണ്. ഹാസ്യകഥയാണെങ്കിലും നമ്മളുടെ ലേഖൻ സഞ്ജയ് മഹത്തായ ഒരു കാര്യമാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളെ പറ്റിയാണോ എന്നൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. അതിലാണ് കച്ചട്ടി സ്വാമിയാർ. കച്ചട്ടി എന്ന് പറഞ്ഞാൽ കൽച്ചട്ടി വിൽക്കുന്ന ഒരാൾ. അതൊരു പരബ്രഹ്മയ്യർ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് പറ്റുന്ന അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം അതിലെ പോയിന്റ്സ് നോക്കൂ. എന്താണ് കച്ചട്ടി സ്വാമിയാരുടെ കഥ? സഞ്ജയ് എന്ന് പറഞ്ഞ ആളാണ്. ഹാസ്യത്തിലൂടെയുള്ള ഒരു സാമൂഹ്യ വിമർശനത്തിന് നല്ല ഉദാഹരണങ്ങളാണ് സഞ്ജയന്റെ രചനകൾ. അത് അദ്ദേഹത്തിന്റെ രചനയുടെ പ്രത്യേകതയാണ്. സമൂഹത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വിമർശിക്കുക. ആ വിമർശനം കൊണ്ടുവന്ന് ഒടുവിൽ എത്തിക്കുന്നത് നല്ലൊരു പോയിന്റിലായിരിക്കും. അതിനെ ഇവിടെയും ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ കഥയിലും ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ, മനുഷ്യ സ്വഭാവത്തിലെ വൈകല്യങ്ങളെ കളിയാക്കുന്ന രീതി സഞ്ജയന്റെ രചനകളിൽ കാണാം. ഇപ്പൊ ഇവിടെയും അതായത് കലച്ചട്ടി വിൽക്കുന്ന ആ പരബ്രഹ്മയ്യരുടെ സ്വഭാവം ഒരു അതായത് പരിഹസിക്കത്തക്ക ഒരു സ്വഭാവമാണ്. അതിൻ്റെ വൈകല്യങ്ങളെ കാണിച്ച് ആ തെറ്റുകൾ കാണിച്ചു തരുന്ന ഒരു കഥയാണ് ഈ കച്ചട്ടി സ്വാമിയാരുടെ കഥയിൽ നിന്ന് നമുക്ക് സഞ്ജയ് പറഞ്ഞു തരുന്നത്. ഇനി കച്ചട്ടി സ്വാമിയാർ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. എത്തരത്തിലുള്ള ഒക്കെ എന്നെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളൊരു തോന്നല്. പിന്നെ കച്ചട്ടി സ്വാമിയാർ മറ്റുള്ളവർ തന്നെ കളിയാക്കുകയാണെന്ന് തൻ്റെ അപകർഷതാബോധം കൊണ്ട് അയാൾക്ക് തോന്നി. അപകർഷതാബോധം നമുക്കൊരു, അതായത് എല്ലാം എന്നെ പറ്റിയാണ്, അയ്യോ എനിക്ക് അങ്ങനെ വന്നില്ല, അങ്ങനെയുള്ള ഒരു തരം തോന്നല്, അതാണ് അപകർഷതാബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാൾക്ക് തോന്നുന്നതാണ് ഇതെല്ലാം. ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഹാസ്യത്തിലൂടെയുള്ള സാമൂഹ്യ വിമർശനത്തിന് നല്ല ഉദാഹരണങ്ങളാണ് സഞ്ജയൻ്റെ രചനകൾ. പിന്നെ മനുഷ്യ സ്വഭാവത്തിലെ വൈകല്യങ്ങളെ കളിയാക്കുന്ന രീതി സഞ്ജയൻ്റെ രചനകളിൽ കാണാം. മനുഷ്യ സ്വഭാവങ്ങളെ കളിയാക്കുന്ന രീതിയിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. പിന്നെ കച്ചട്ടി സ്വാമിയാർ അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ്. നമ്മളുടെ ഇതിലെ കഥാപാത്രം ആ കച്ചട്ടി വിൽക്കുന്ന ആളുടെ സ്വഭാവം ഏതാണ്ട് അതേപോലെയാണ്. പിന്നെ മറ്റുള്ളവർ തന്നെ കളിയാക്കുകയാണെന്ന് തൻ്റെ അപകർഷതാബോധം കൊണ്ട് അയാൾക്ക് തോന്നി. ആ കൽച്ചട്ടി അതിന് പാലത്ത് മുന്ന് പൊട്ടി വീണത് കൊണ്ട് ആ പൊട്ടി വീണതിന് മറ്റേ ആ പ്രവൃത്തി ചെയ്ത ആ ആളുകളെയും ഗവൺമെൻറ്റിനെയും അവിടെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീണപ്പോഴേ ആളുകളൊക്കെ ചിരിച്ചു എന്ന് വന്നില്ലേ, ഡും 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 എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു. അത് കഥ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിന്ന് അയാൾക്ക് തോന്നുന്നതൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കാണ്, എന്നെ കളിയാക്കുക എന്നുള്ളൊരു തോന്നൽ അയാൾക്ക്. പിന്നെ ഭരണകർത്താക്കൾ, പ്രാദേശിക ഭരണകർത്താക്കളും കെടുകാര്യസ്ഥതയും സഞ്ജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലെ വില്ലേജിലത്തെ ആളെയും മജിസ്ട്രേറ്റിനെയും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പാലം പണിത ആളെ ഒക്കെ അതിൽ കളിയാക്കുന്നുണ്ട്. പിന്നെ കച്ചട്ട സ്വാമിയാർക്ക് വന്ന അപകടം നാട്ടുകാർക്ക് വലിയ സന്തോഷമായി. അവർ സ്വാമിയാരെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആ കച്ചട്ടി സ്വാമിയാരുടെ സ്വഭാവം അതാണ്. കാരണം കൂട്ടത്ത് കൂടില്ല. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുക, ആ സമൂഹത്തിൽ കുറേയൊക്കെ നമ്മൾ അവരോടൊപ്പം ചേരണം. അല്ല ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ടാണ് അത് പറയണത്, എനിക്ക് ഒരു കഴിവില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ വലിയ കഴിവുള്ള, പലരും പല വിധത്തിലായിരിക്കും. അങ്ങനെയുള്ള സ്വഭാവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ സമൂഹത്തിലെ ഒരാളായിട്ട് നമ്മളും അവരോടൊപ്പം ചേരണം. അതല്ല ഇവിടെ കച്ചട്ടി സ്വാമിയാർ കാണിച്ചത്. അപ്പോൾ അതാണ് അവിടെ വന്നിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഇനി അടുത്തത്, കച്ചട്ടി സ്വാമിയാർക്ക് വന്ന അപകടം നാട്ടുകാർക്ക് വലിയ സന്തോഷമായി. അവർ സ്വാമിയാരെ കളിയാക്കാൻ തുടങ്ങി. സഹികെട്ട് സ്വാമിയാർ മജിസ്ട്രേറ്റിൽ ആവലാതി നൽകുന്നു. അപ്പോൾ ഈ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. പിന്നെ അയ്യരുടെ കൂടെ നടന്ന മജിസ്ട്രേറ്റിന് കാര്യം മനസ്സിലായി. അപ്പോൾ 1-2 ദിവസം അയ്യരെ കൂടെ ഇയാൾ അവിടെയൊക്കെ നടന്നു. അപ്പോൾ മജിസ്ട്രേറ്റിന് മനസ്സിലായി ഇത് സ്വാമിയാരുടെ കഴിവുകേടാണ്. അതായത് അയാളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്, അല്ലാതെ നാട്ടുകാരുടെ കുറ്റമല്ലെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായി. എല്ലാവരും തന്നെ പരിഹസിക്കുകയാണെന്ന തോന്നൽ. അതായിരുന്നു കച്ചട്ടി സ്വാമി പരബ്രഹ്മയ്യരുടെ പരാതി. അതാണ് എല്ലാവരും എന്നെ കളിയാക്കണ. അവിടെ കളിയാക്കുന്നുണ്ടില്ല എന്ന് പറയാനും പറ്റില്ല. കച്ചട്ടി ഡും 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 എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ കൂടെ നമ്മളും അതിലൊരു പങ്കാളിയായി തീർന്നാൽ പിന്നെ കളിയാക്കാൻ തോന്നില്ല. അത് ആ കച്ചട്ടി സ്വാമിയാർക്ക് പരബ്രഹ്മയ്യർക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം നമ്മളും സമൂഹത്തിലെ ഒരാളായിട്ട് അവർ കളിയാക്കുമ്പോൾ അക്കൂട്ടത്തിൽ കൂടി കളിയാക്കണം. ഇതിൻ്റെ തത്വം എന്താണ് നോക്കൂ. മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ അന്തസത്യം ഉൾക്കൊള്ളാനും അവർ കളിയാക്കുന്നതിൻ്റെ അന്തസത്യം എന്താ, ആ കൽച്ചട്ടിയിലും കൂടെ വീണ് പൊട്ടിയതാണ്. അപ്പം അത് അയാൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് മനസ്സിലാക്കാനും പരിഹാസത്തെ സമചിത്തതയോടെ വീക്ഷിക്കാനും അതിൽ രസിക്കും വിധം നർമ്മബോധം വളർത്താനുമാണ് ലേഖകൻ ഉദ്ബോധിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ കൂടെ പൊട്ടിപ്പോയടാ ഡും ഡും നാട്ടാവും അവരോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പിന്നെ ആളുകൾക്ക് കളിയാക്കാൻ തോന്നില്ല. പക്ഷേ ഇയാൾക്കതൊരു വല്ലാത്ത ബേജാറായി തോന്നുകയോ ആ മുഖം തിരിച്ച് നടക്കുകയും ചിലപ്പോൾ ചീത്തറിയൊക്കെ ചെയ്യുന്ന കാരണം ആളുകൾക്ക് വീണ്ടും വീണ്ടും രസം കൂടി. അപ്പോൾ ഇതിന്ന് നമ്മൾ ലേഖകൻ പറഞ്ഞു തരുന്നെന്താ, ആ പരിഹാസത്തിൻ്റെ കൂടെ നമ്മൾ ഉൾക്കൊള്ളുക, അതിൻ്റെ ആ അന്തസത്ത മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം ആ പരിഹാസത്തിൽ പങ്കുചേരുക. പിന്നെന്ത് ചെയ്യണം? അതിനെ സമചിത്തതയോടെ വീക്ഷിക്കണം. ദേഷ്യം പിടിച്ചൊന്നും പറയരുത്. അവരുടെ കൂടെ രസകരമായിട്ട് അതിലൊപ്പം പങ്കു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളൊരു സംഭവം വരില്ല എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് അതിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പറഞ്ഞു തരാം. എന്താണ് താഴെ പറയുന്നത്? കുട്ടികളുടെ സവിശേഷത എന്താണ്? കുട്ടികൾ അയാളെ കളിയാക്കിയില്ല, അതെന്തുകൊണ്ടാണ് കളിയാക്കിയത്? കുസൃതി കൊണ്ട്. പിന്നെ കുട്ടികൾ കഥ കേട്ടാൽ ചെയ്യാത്തതെന്ത്? കുട്ടികൾ കഥ കേട്ടാൽ എന്താണ് പറയുക? ഇത് മറ്റൊരാളെ പറ്റിയാണെന്ന് പറയും. പെട്ടെന്ന് അവർക്ക് അവരുടെ അടുത്ത് ആരെങ്കിലും അതേപോലത്തെ ആൾക്കാർ ഇത് ഇന്നയാളെ പറ്റിയല്ലേ, അല്ലെങ്കിൽ ഇത് ഇന്ന ടീച്ചറെ പറ്റിയല്ലേ, ഇന്ന മാഷെ പറ്റിയല്ലേ എന്നുള്ള പെട്ടെന്ന് അവർ പറയും. പിന്നെ അടുത്തത്, കഥ കേട്ടാൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രതികരണം എന്തെന്ന് ചുരുക്കി പറയുക. അപ്പോൾ കഥ കേട്ടാൽ അതിലെ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ പറയേണ്ട കഥ കേട്ടാൽ കുട്ടികളുടെ എന്തൊക്കെ സ്വഭാവമാണെന്നുള്ളത് ലേഖകൻ അതിൽ പറയുന്നുണ്ട്. അത് നോക്കുക. കഥ രസിച്ചാൽ കുട്ടികൾ ചിരിക്കുക, ഇല്ലെങ്കിൽ രസവും ഇല്ലെന്ന് പറയും. ഒന്നുകൂടി പറയിൻ എന്നാവശ്യപ്പെടും. എന്തായാലും കഥയിൽ പറഞ്ഞിട്ടുള്ള ഇന്ന ആളെ പറ്റിയാണെന്നൊന്നും പറയില്ല. അപ്പോൾ ആ കഥ കേട്ടാൽ എന്താണ് രസിക്കുക, ആ നല്ല രസമുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തലയാട്ടി ഇരുന്ന് ചിരിക്കുക, അതിനുള്ള അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. ഇനി മുതിർന്ന ശ്രോതാക്കളിൽ കാണുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? കഥ കേൾക്കുന്ന വലിയ വലിയ ആൾക്കാരുടെ കുറ്റങ്ങൾ കുറവുകൾ എന്തൊക്കെയാണെന്നല്ല. മുതിർന്നവർക്ക് കുശുമ്പും അസൂയയും വാശിയും ദുർവാദവും ദുർബുദ്ധിയും കുസൃതിയും കുണ്ടാമണ്ടിയും ഒക്കെ കാണും. ഇതൊക്കെ നമ്മളുടെ മുതിർന്നവർക്കുള്ള ദോഷങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കൂ. കുശുമ്പുണ്ടാവും, അസൂയ ഉണ്ടാവും, വാശി ഉണ്ടാവും, ദുർമന്ത്രവാദം ഉണ്ടാവും, ദുർബുദ്ധി ഉണ്ടാവും, കുസൃതി, കുണ്ടാമണ്ടികളൊക്കെ. കുണ്ടാമണ്ടികളെന്ന് വെച്ചാൽ ഇല്ലാത്തതൊന്നും ഇല്ല എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. നല്ലത് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ വിപരീത അർത്ഥത്തിൽ ഞാൻ പറയും. അപ്പോൾ വേറൊരർത്ഥം പറയാം. അങ്ങനെ ഒരു എന്താ പറയുക, വിപരീത അർത്ഥവും ആശയം വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് വലിയവരതിനെ വ്യാഖ്യാനിക്കും എന്നാണ് പറയുന്നത്. ഇനി ഈ ലേഖനത്തിൽ സഞ്ജയ ആരെയെല്ലാം പരോക്ഷമായി പരിഹസിക്കുന്നുണ്ട്? അദ്ദേഹം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഭാഗങ്ങളും വിമർശിക്കുന്ന ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു. ഈ കഥയിൽ ഇപ്പോൾ ആരൊക്കെയാണ് പരിഹസിക്കുന്നത്, വിമർശിക്കുന്നത് എന്ന് നോക്കാം. കമ്മീഷണറുണ്ട്, മുനിസിപ്പൽ ചെയർമാനുണ്ട്, അധികാരികളെയും മജിസ്ട്രേറ്റ്, അംശ അധികാരി തുടങ്ങിയ നിയമപാലകരെയും എന്തിനെപ്പറ്റിയും ദുർവ്യാഖ്യാനങ്ങൾ സാഹിത്യ വിമർശകന്മാരെയും തങ്ങൾ മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന പരബ്രഹ്മജ്ഞരെ പോലെയുള്ളവരെയും സഞ്ജയൻ ഈ ലേഖനത്തിൽ പരിഹസിക്കുന്നു. ഏറ്റവും ആദ്യം തന്നെ പരബ്രഹ്മയ്യർ ഏതിന് എന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റി. പിന്നൊന്നാരെ പറയുന്നത്? കമ്മീഷണറെ പറയുന്നുണ്ട്, മുനിസിപ്പൽ ചെയർമാനെ പറയുന്നുണ്ട്, പിന്നെ അധികാരികളെ, അവരോടൊപ്പം ഉണ്ടാകുന്ന പഞ്ചായത്ത്, വില്ലേജ് തുടങ്ങിയ അധികാരികളെയൊക്കെ പറയുന്നുണ്ട്, പിന്നെ അംശ അധികാരിയെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഈ കഥയിലൂടെ നമ്മുടെ സഞ്ജയൻ വിമർശിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്?
പരബ്രഹ്മയ്യർ മജിസ്ട്രേറ്റിനോട് പരാതി ബോധിപ്പിക്കാൻ ഇടയാക്കിയ സാഹചര്യം ചുരുക്കി വിവരിക്കുക. അതായത് ആ കഥയിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയാം. എന്താണ്, നാട്ടുകാരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പരബ്രഹ്മയ്യരോട് വെറുപ്പായിരുന്നു. അതിന് കാരണം പറഞ്ഞാൽ അവർ ആളുകളായിട്ട് യാതൊരു സഹകരണവും പരബ്രഹ്മയ്യർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് അത്ര വലിയ ഒരു ദേഷ്യവും ഒരു പ്രയാസമൊക്കെ തോന്നാൻ കാരണമായത്. ചിലർ പരസ്യമായി പരിഹസിച്ചു. എന്നാൽ എല്ലാവരും തന്നെ പരിഹസിക്കുകയാണെന്ന വിചാരമായിരുന്നു അയാൾക്ക്. ഇതിന് പരിഹാരം തേടാൻ വേണ്ടിയാണ് മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടത്. അപ്പോൾ നോക്കുന്നതൊക്കെ കച്ചട്ടി ഡും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ കളിയാക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്നെ പറ്റിയാണ് എന്നൊരു തോന്നൽ വന്നതോടുകൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയത്, പരബ്രഹ്മയ്യർ മജിസ്ട്രേറ്റിനോട് ആവലാതി പറഞ്ഞത്. പിന്നെ ഈ ലേഖനം വഴി സഞ്ജയൻ നൽകുന്ന സന്ദേശം എന്ത്? അപ്പോൾ സന്ദേശം ടീച്ചർ ഇവിടെ അവസാനം പറഞ്ഞു തന്നു. എന്താണ്, മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാനും പരിഹാസത്തെ സമചിത്തതയോടെ വീക്ഷിക്കാനും അതിൽ രസിക്കും വിധം നർമ്മബോധം വളർത്താനുമാണ് സഞ്ജയൻ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മളെ കളിയാക്കാണ്, ശരി, അക്കൂട്ടത്തൂടെ നമ്മളും അങ്ങോട്ട് കളി പറഞ്ഞ ആളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ഇത്രയൊന്നും പറയേണ്ട, അയാൾ നമ്മളെ കൂടെ കൂടുന്നല്ലോ എന്ന് വന്നിട്ട് ആ പരിഹാസത്തിനുള്ള എന്താ പറയുക ശക്തി കുറഞ്ഞു വരും. അപ്പം നമ്മൾ അവരോടൊപ്പം കൂടിയാൽ മാത്രം മതി എന്നാണ് ലേഖം പറഞ്ഞു തരുന്നത്. ഇനി പരബ്രഹ്മയ്യരുടെ സങ്കടം കണ്ട് നാട്ടുകാർ പ്രതികരിച്ചതെങ്ങനെ? പരബ്രഹ്മയ്യരുടെ സങ്കടം കണ്ട നാട്ടുകാർ സന്തോഷിക്കുകയാണ്. ആ കച്ചട്ടി, ഒരു വണ്ടി കച്ചട്ടി മുഴുവൻ പുഴയിൽ വീണുമില്ലോ, പാലം പൊട്ടിയിട്ട്. അപ്പം ശരിക്ക് നമ്മളൊക്കെ ആണെങ്കിൽ അയ്യോ പാവം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് സഹായിക്കാൻ ചെയ്യും. പക്ഷെ ആ നാട്ടുകാരെന്ത് ചെയ്തു, അത് പരിഹസിക്കുകയാണ് ചെയ്തത്. അയാൾ ആരെയും സഹായിക്കാത്ത ഒരാളായതുകൊണ്ട് അവർ അങ്ങനെ ചെയ്തത്. അപ്പോൾ അയാൾ ആരെയും ഒരു സഹായം ഒരു സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ ചെയ്തത്. അവർ അന്യോന്യം ചായ വാങ്ങിക്കൊടുത്തു, ആഹ്ലാദം പങ്കിട്ടു. അടുത്ത കൊല്ലവും ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി സൂര്യമനയെ കൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുകയും ചെയ്തു. അപ്പോൾ അടുത്ത കൊല്ലം അയാളുടെ കച്ചട്ടിയൊക്കെ ഇങ്ങനെ വീണ് പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഗണപതി ഹോമവും പിന്നെ സൂര്യമന നമ്പൂതിരിനെ കൊണ്ട് വഴിപാടുകളെല്ലാം നാട്ടുകാർ ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു പരിഹാസ രൂപത്തിലുള്ളൊരു ഹാസ്യകഥയാണ്. ഹാസ്യകഥയാണെങ്കിലും നമുക്ക് നല്ലൊരു തത്വമാണ് സഞ്ജയ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കച്ചട്ടി സ്വാമിയാരുടെ കഥ എന്ന് പറഞ്ഞാൽ ആ പാഠം നമുക്കിവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള നെയ്പായസം. നെയ്പായസം നിങ്ങൾക്കൊക്കെ അറിയല്ലേ, എളുപ്പം ഉണ്ടാക്കാവുന്നതുമാണ്, നല്ല മധുരമുള്ളൊരു എന്താണ് വിഭവം, നല്ല ഒരു ഭക്ഷണവുമാണ്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് നമുക്കിവിടെ പറയാൻ പോകുന്നത് അതെന്താണെന്ന് നോക്കുക. ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നെയ്പായസം. മാധവിക്കുട്ടി എഴുതിയതാണ്. നെയ്പായസം മാധവിക്കുട്ടി എഴുതിയതാണ്. അപ്പോൾ ഒരു സാധാരണ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കഥ. ഒരച്ഛൻ, അമ്മ, 2 കുട്ടികൾ. അവരുടേതായിട്ടുള്ള അതുരിതപൂർണമായ പട്ടണത്തിൽ നല്ലോണം പൈസയും കാര്യമൊക്കെ ഉണ്ടെച്ചാൽ ജീവിക്കാൻ പറ്റും. എന്നാൽ കുറച്ചേ ഉള്ളൂ വെച്ചാൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബത്തിൻ്റെ കഥ. അതിൽ നിന്ന് ഒരാളങ്ങോട്ട് പെട്ടെന്ന് പോയി. അപ്പോൾ ആ വരുന്നതായിട്ടുള്ള സങ്കടത്തിൻ്റെയും എല്ലാം കൂടെ കൂടിയൊരു കഥയാണ് അതിൽ ഈ നെയ്പായസത്തിൻ്റെ മഹാത്മ്യം അത് പറഞ്ഞു തരുമ്പോൾ പറയട്ടോ. എന്താണ്, കവയിത്രിയും കഥാകൃത്തുമാണ് ആര്, മാധവിക്കുട്ടി. പിന്നെ 1934 പൊന്നാനിക്കടുത്തുള്ള പുന്നയൂർ കുളത്ത് ജനിച്ചു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടിക്ക് ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നഗര ജീവിതത്തിലെ ഒറ്റപ്പെടലും വേദനകളും കഥാകൃത്ത് ചിത്രീകരിച്ചിരുന്നു. ഇതിൽ നഗരപ്പേട്ട അതിന് മാത്രം ശമ്പള ഉദ്യോഗം, അതായത് വലിയ ഉദ്യോഗമൊക്കെ ആണെന്ന് വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ അതല്ലല്ലോ, ഇതൊരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. അപ്പോൾ പട്ടണത്തിലാണെന്ന് വെച്ചാൽ ജീവിക്കണമെങ്കിൽ കൂടുതൽ ചിലവുകളൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ പരിമിതമായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കഥാകൃത്ത് നമ്മളോട് പറയുന്നത്. ഇനി ഭാര്യയുടെ വേർപാടിൽ ദുഃഖിതനായ ഭർത്താവ് നെയ്പായസം ലളിതവും ആഡംബരരഹിതവുമായ ഒരു ഭക്ഷണമാണ്, എന്നാൽ അത് മധുരവുമാണ്. ഗൃഹനായികയുടെ ജീവിതവും അങ്ങനെയുള്ളതായിരുന്നു. അവരുടെ സ്നേഹത്തിൻ്റെ മാധുര്യം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭാര്യ മരിച്ചു പോയപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിൽ നെയ്പായസവും ഉണ്ടാക്കി. അപ്പോൾ അതിൽ കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും നെയ്പായസമായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയ ഭാര്യയെ പറ്റിയുള്ള ഒരു മധുര സ്മരണയായിട്ട് കൂടി ആ നെയ്പായസത്തെ കവയിത്രി അവിടെ
മാധവിക്കുട്ടിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഈ ഭാര്യ മരിച്ചതിന് ശേഷം കഥാനായകൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും കുട്ടികൾ ചിലപ്പോൾ കുറ്റം പറഞ്ഞു എന്ന് വരും. അപ്പോൾ ആ കുട്ടികളുടെ കുറ്റം ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഇത്തിരി നെയ്പ്പായസം ഉണ്ടാക്കി വെച്ചെടുത്തത്. അപ്പോൾ ആ നെയ്പ്പായസം കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അത് അവർ ഭക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ കുറവുകളൊന്നും അവിടെ കാണില്ല. പിന്നെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടലാണ് നഗരജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. മരണം നടന്നാൽ പോലും അന്യോന്യം അറിയാത്ത തിരക്കേറിയ ജീവിതം. അന്യോന്യം പരസ്പരം എവിടെയല്ല അടുത്ത റൂമിൽ താമസിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ് പട്ടണത്തിലുള്ളത്. അതായത് അവരവർക്ക് അവരവരുടെ ജീവിതവും ധൃതിയും ഒക്കെ കൂടിയായിട്ട് അവനവൻ്റെ ജീവിതം മാത്രം നോക്കുക എന്നുള്ളൊരു ചിട്ടയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ളൊരു തരം ജീവിതം തന്നെയാണ് പോകുന്നത്. അങ്ങനെയുള്ള ജീവിതത്തിലാണ് നമ്മളുടെ കഥാനായകൻ ജീവിക്കുന്നത്. പിന്നെ ഭാരിച്ച ചെലവ്, അതായത് പട്ടണത്തിലൊക്കെ ജീവിക്കണമെന്ന് കുറച്ച് നല്ല സംഖ്യ വേണം. അങ്ങനെയുള്ള ഭാരിച്ച ചെലവ്, പിന്നെ ഭാരിച്ച ചെലവ്, അനാരോഗ്യ തുടങ്ങിയവയും നഗരജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെ ചെന്നാൽ വേണ്ടത്ര പൈസ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവിടെയൊക്കെ ജീവിക്കാൻ. അപ്പോൾ ആ ഭാരിച്ച ജീവിതം ദുസ്സഹമാകുന്ന ഈ ഘട്ടങ്ങളാണ് കഥാനായകനെ തളർത്തിയത്. അപ്പോൾ ഭാര്യയും പോയി, അപ്പോൾ പൈസയും വേണ്ട വരത്തില്ലേ, 2 കുട്ടികളും. അപ്പോൾ ആ ജീവിതം ആകെ ദുസ്സഹമായി തോന്നി ആർക്ക്? ഈ കഥാനായകന്. അതാണ് നമ്മളുടെ കഥയിലെ പ്രധാന വിഷയം. പിന്നെ അയാൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരുന്നു. അപ്പം ഭാര്യയും പോയി, 2 കുട്ടികളെ വളർത്തണം, അതിന് മാത്രമുള്ള സാമ്പത്തിക വരുമാനമല്ല, എല്ലാം കൂടി ആയപ്പോൾ അയാൾ ചിരിക്കാൻ പോലും മറന്നുപോയി എന്നാണ് പറയുന്നത്. പിന്നെ കൂടുതൽ വ്യാമോഹങ്ങൾ സമ്മാനിക്കുന്ന നഗരജീവിതം പലപ്പോഴും കൂടുതൽ നിരാശയിലേക്കാണ് നയിച്ചത്. അപ്പോൾ പട്ടണ ജീവിതം കൂടുതൽ നിരാശയിലേക്ക് അയാളെ നയിക്കാൻ തുടങ്ങി. പിന്നെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ശ്രദ്ധിക്കുക. കഥാസാരം ഇത്രയുമാണ്. അപ്പോൾ ഒടുവിൽ അയാൾ തൻ്റെ കുട്ടികളുടെ ഭാവി ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നതൊക്കെ ആ കഥയിൽ പറയേണ്ട, അതൊക്കെ നിങ്ങൾ കഥ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞു. ആ കുടുംബത്തെ പറ്റിയിട്ട് ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമാണ്. ഭാര്യ വെറും അടുക്കളപ്പടിയിൽ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പുറമേക്കൊന്നും ഒരു ജോലിയോ മറ്റോ ഒന്നുമില്ല, സ്വന്തം ആരോഗ്യം നോക്കുന്നില്ല, സ്വന്തം സൗന്ദര്യത്തെ പറ്റി ഒരു ചിന്തയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അവരാണ് പെട്ടെന്നൊന്ന് മരിച്ചു പോകുന്നത്. പിന്നീടുള്ള വിഷമങ്ങളെല്ലാം അനുഭവിക്കുന്ന കഥാനായകനാണ്. അതാണ് ആ കഥയുടെ ആശയം വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ പറഞ്ഞുതരാം. കഥാനായകന് പേര് നൽകാതെ അച്ഛൻ എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഥാനായകൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ, അച്ഛൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്നാണ് പറയുന്നത്. ആ പട്ടണത്തെ അയാളുടെ വിലയറിയുന്ന 3 കുട്ടികൾ അയാളെ അച്ഛ എന്ന് വിളിക്കുന്നത്. അയാളുടെ വില അറിയുന്നത് ആ 3 കുട്ടികൾ മാത്രമാണ് അച്ഛ എന്ന് വിളിക്കുന്നത്. താൻ കിടപ്പിലായാൽ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത് എന്ന് അയാൾ ചിന്തിച്ചു. ദുഃഖിക്കുവാൻ കാരണമെന്ത്? അപ്പോൾ അയാൾക്ക് തോന്നുന്നു, ഞാനൊക്കെ കിടന്നുപോയ എൻ്റെ കുട്ടികൾക്ക് ആരാണുണ്ടാവുക എന്നൊരു തോന്നൽ അയാൾക്ക് വന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അയാളുടെ ഭാര്യയുടെ മരണമാണ് അയാൾ അങ്ങനെ ചിന്തിപ്പിച്ചത്. അയാളും ഭാര്യയും കുട്ടികളും മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ഇനി ഞാൻ കിടന്നു പോയാലോ എന്നുള്ള ചിന്ത അയാൾക്ക് വരികയും അയാൾ സങ്കടപ്പെടുകയും ചെയ്തു. ഇനി കുട്ടികളെ നെയ്പായസം കഴിക്കാൻ അയാൾ അനുവദിച്ചത് എന്തുകൊണ്ട്? കാരണം നോക്കൂ, ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് ഇനി കഴിയുകയില്ലല്ലോ. അതായത് ഭാര്യ മരിച്ചു പോയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊന്നും കിട്ടില്ല. ആര് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ? അച്ഛൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അവസരം ഉണ്ടാവുകയില്ല എന്നതുകൊണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഭക്ഷണത്തിന് ചിലപ്പോൾ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്ത് ചെയ്തത്? നെയ്പായസം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തത്. ആ അച്ഛൻ്റെ അമ്മയുടെ ആ മാധുര്യമേറിയ അല്ലെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണത്തെ പറ്റിയിട്ട് കുട്ടികൾ ഓർക്കാതിരിക്കാൻ. നെയ്പായസം എന്ന കഥയിലെ നായികന്മാരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? അനുരാഗത്തിലൂടെയാണ് അവർ വിവാഹിതരായത്. നഗരജീവിതം അവരുടെ ദാമ്പത്യത്തിൻ്റെ നിറം കെടുത്തി. പണത്തിൻ്റെ ക്ഷാമവും കുട്ടികളുടെ അനാരോഗ്യവും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ അവരെ
തളർത്തി. ജീവിതം വിരസമായി തീർന്നു. ഭാര്യയ്ക്ക് വേഷധാരണത്തിലും ശ്രദ്ധ കുറഞ്ഞു. അയാൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതിൻ്റെ സൂചനകളാണ്. അപ്പോൾ അത് പറയത്തക്ക വരുമാനമൊന്നുമില്ല, എന്നാലും കുട്ടികളെയൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നു. അരക്ഷിതാവസ്ഥ, അതായത് വേണ്ട വിധത്തിൽ സാമ്പത്തിക വരുമാനം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ചിലവുകളൊക്കെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ തളർത്തിയ കാര്യങ്ങൾ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? നായകൻ്റെ ഈ വിലാപത്തിൻ്റെ സൂചന എന്ത്? ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം എന്നിൻ്റെ കുട്ടികളെ ആര് കുളിപ്പിക്കുക എന്നൊരു സങ്കടമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ സൂചന എന്താ? ഭാര്യയുടെ മരണം സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയാണ് ഈ വിലാപത്തിൽ തെളിയുന്നത്. ഭാര്യ കുടുംബത്തെ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള സൂചനയും ഇതിലുണ്ട്. അപ്പം ഭാര്യ ഉണ്ടാകുമ്പോൾ അയാൾക്ക് മറ്റൊരു ചിന്തയില്ല കുടുംബത്തിനെ പറ്റി. ഭക്ഷണം കഴിക്കുക, ഓഫീസിൽ പോവുക, കിട്ടുന്നതിനെ കൊണ്ടെല്ലാ കാര്യം ചെയ്താൽ മാത്രം മതി. ഇപ്പം ഭാര്യ മരിച്ചു പോയപ്പോൾ എന്തായി? എല്ലാ ജോലിക്കാരുടെ തലയിലായി, ഭർത്താവിൻ്റെ തലയിലായി. അപ്പോൾ അതാണ് പറയണത്, ഇനി കുട്ടികളെ കുളിപ്പിക്കാൻ ആരാണ്ടാവുക? ഭക്ഷണവും കാര്യമൊക്കെ ഉണ്ടാക്കിയാലും ശരി, ഇങ്ങനെയുള്ള കുറേ പണികളില്ലേ, അതൊക്കെ ആര് ചെയ്യും എന്നൊരു തോന്നൽ കൂടി ആർക്കുണ്ടായി? ലേഖനല്ല, കഥാനായകനുണ്ടായി. ഇനി മേലുദ്യോഗസ്ഥന് കഥാനായകൻ്റെ ഭാര്യയെക്കുറിച്ച് യാതൊരറിവും ഇല്ല. അവളെ നേരിൽ കാണാനുള്ള അവസരം പോലും ഉണ്ടായില്ല. വേണ്ട സമയത്ത് വീട്ടിലെത്തിയ സമാശ്വസിപ്പിക്കാൻ അയാൾ ശ്രമിച്ചിരുന്നില്ല. അതായത് ഇതിൻ്റെ ചോദ്യം ഏതാണെന്ന് നോക്കും. മേലുദ്യോഗസ്ഥൻ്റെ ദുഃഖപ്രകടനത്തിൻ്റെ പൊള്ളത്തരം വിവരിക്കുക. അപ്പം തൻ്റെ ഓഫീസിലത്തെ ആൾ മരിച്ചു എന്ന് പറഞ്ഞപ്പം മേലുദ്യോഗസ്ഥൻ ദുഃഖം കാണാൻ വന്നു. പക്ഷെ അയാൾ വ്യസനം അഭിനയിച്ചു. പക്ഷെ എന്താണ്, അന്നോളം അയാൾ അവരുടെ ഭാര്യയെ പറ്റി, അവരുടെ കുടുംബജീവിതത്തെ പറ്റിയോ ഒന്നും തന്നെ അന്വേഷിക്കാത്ത വ്യക്തിയായിരുന്നു മേലുദ്യോഗസ്ഥൻ. എന്നാലും വന്നിട്ട് അയാൾ വളരെ ദുഃഖഭാവം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ദുഃഖഭാവത്തിൻ്റെ പ്രകടനം കണ്ടാൽ നമുക്കെല്ലാവർക്കും എന്ത് തോന്നും? അയാളുടെ ആത്മാർത്ഥത ഇല്ലാത്ത അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത്, കഥാനായകൻ്റെ വീടിനെ ചിത്രീകരിക്കുന്നത് എങ്ങനെ? ഇടത്തരക്കാരൻ താമസിക്കുന്ന ഒരു തെരുവിലെ 3 മുറികളുള്ള ഫ്ലാറ്റ്, അങ്ങനത്തെ ഒരു വീട്ടിലാണ് നമ്മുടെ കഥാനായകൻ താമസിക്കുന്നത്. ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് 2 ആൾക്കും നിൽക്കാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്ത. ഇപ്പോൾ നമ്മൾ ടൗണിലാണ്, ബോംബെയിലാണ് എൻ്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്ന് നോക്കിയാൽ കയറുന്ന ഒരു കൊച്ചു വരാന്ത, അതിൻ്റെ ഉള്ളിൽ കയറി ഒരു മുറി, അതിൻ്റെ അപ്പുറം ഒരു അടുക്കള. ഇതാണ് അവരുടെ വീട്. കാരണം അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു കൊച്ചു വരാന്ത. വരാന്തയിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി പൂക്കാതെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു മുറി. ഇത്രയും ചെറിയൊരു കുഞ്ഞു വീടാണ് ഈ നമ്മുടെ ലേഖൻ്റെ അല്ല, കഥാനായകൻ്റെ വീട്. ഇനി മക്കളെക്കുറിച്ച് അച്ഛനമ്മമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു? അച്ഛനമ്മമാർ നമ്മളൊക്കെ ഇനി നമ്മളുടെ മക്കളും അങ്ങനെ പ്രതീക്ഷിക്കും. മക്കളാരാവണം, എന്താവണം എന്നൊക്കെ പ്രതീക്ഷിക്കില്ലേ? അങ്ങനെ നമ്മുടെ നായകനും ഉണ്ടായിരുന്ന പ്രതീക്ഷ കഥാനായികയ്ക്കുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഉണ്ണിയെ എൻജിനീയറാക്കാനും, ബാലനെ 3 കുട്ടികളാണല്ലോ, ബാലനെ ഡോക്ടറാക്കാനും രാജനെ പട്ടാളക്കാരനാക്കാനും ആഗ്രഹിച്ചു. ഒരാളെ എൻജിനീയറാക്കാൻ, മറ്റേ ബാലൻ എന്ന് പറയുന്ന കുട്ടിയെ ഡോക്ടറാക്കണം, രാജ്യം നല്ല ധൈര്യമൊക്കെ ഉള്ളവനാണ്, അവനെ പട്ടാളത്തിലും ചേർക്കണം. ഈ 3 ആഗ്രഹങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾ പറ്റി നിന്നിരുന്നു. ഈ സൂചന ഗൃഹനായികയുടെ ജീവിതത്തിൻ്റെ എന്ത് സവിശേഷതയാണ് വ്യക്തമാക്കുന്നത്? എന്തായാലും വീട്ടുജോലികളിൽ മുഴുകിയിരുന്ന നഗരത്തിലെ ഒരു വീട്ടമ്മയുടെ ചിത്രമാണ് ഈ വിവരണത്തിൽ നിന്ന് ലഭിക്കുന്നത്. പെട്ടെന്ന് പുറത്തേക്ക് എന്നാൽ കൈമിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കണ്ടു. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു സ്ത്രീ ആരായിരിക്കുക? ആ വീട്ടുജോലി മുഴുവൻ എടുക്കുന്ന സ്ത്രീ ആയിരിക്കുക. അതാണ് ആ നഗരത്തിലെ ഒരു വീട്ടമ്മയുടെ ചിത്രമാണ് ഈ വിവരണത്തിൽ നിന്ന് ലഭിക്കുന്നത്. അവളുടെ സാമ്രാജ്യം അടുക്കളയാണ്. എപ്പോഴും വീട്ടുജോലികളുടെ തിരക്കാണ്. വിശ്രമമില്ലാതെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയുടെ ചിത്രം ഇതിൽ തെളിയുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളും പെട്ടെന്നില്ല വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ നമ്മളുടെ വേഷമൊക്കെ നല്ല പുറത്തിറങ്ങുന്ന പോലെ ആയിരിക്കുമോ? അല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കളയാണ് അവളുടെ ചിലർക്ക് കേട്ടോ
ചിലർ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ 90% സ്ത്രീകൾ അടുക്കള ജോലിയും ചെയ്യുന്നു, പുറത്തെ ജോലിയും ചെയ്യുന്നു, വീട്ടുപണികൾ അടിക്കലും തുടക്കലും ഒക്കെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങി ജോലിയും ചെയ്യുന്നുണ്ട്. സ്ത്രീ ഒരിക്കലും എന്തല്ല സ്വതന്ത്രയാണെന്ന് പറയാൻ പറ്റില്ല. സുഖിക്കാൻ ജനിച്ചവളാണെന്നോ ദുഃഖിക്കാൻ ജനിച്ചവളാണോ എന്തോ ആവട്ടെ, സ്ത്രീക്കാണ് എവിടെ നോക്കിയാലും കൂടുതൽ ഭാരമുള്ളത് എന്നൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അതാണ് വീട്ടുജോലികൾ മുഴുകിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണ് നമുക്കത് ആ മഞ്ഞളൊക്കെ പുരണ്ട കൈ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവളുടെ സാമ്രാജ്യം അടുക്കളയാണ്. എപ്പോഴും വീട്ടുജോലികളുടെ തിരക്കാണ്. വിശ്രമമില്ല, സൗന്ദര്യത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയുടെ ചിത്രം ഇതിൽ തെളിയുന്നു. ഇനി അടുത്ത നെയ്പായസം എന്ന കഥയെ തെളിയുന്ന നഗരജീവിതത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. അപ്പോൾ കുറേ പറഞ്ഞ നഗരജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം എങ്കിൽ 2-3-4 പോയിൻ്റ് കൂടെ പറഞ്ഞുതരാം. നഗരജീവിതത്തിൽ സാമൂഹിക ബന്ധങ്ങൾ താരതമ്യേന ദുർലഭമാണ്. ദുഃഖവും സന്തോഷവും ഒന്നും പരസ്പരം പങ്കുവെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷം കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ അടുത്ത വീട്ടിൽ ചെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഒന്ന് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കൊണ്ടിട്ട്. പക്ഷെ പട്ടണ ജീവിതത്തിൽ അതില്ല. തമ്മിൽ അടുത്ത മുറിയിൽ ആരാന്ന് പോലും അറിയാത്തവരാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ സങ്കടം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക? അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ ടെൻഷൻ ഭയങ്കരമായിരിക്കും. ആൾക്കൂട്ടത്തിലെ ഒറ്റപ്പെടലാണ് നഗരജീവിതത്തിൻ്റെ മറ്റൊരു സവിശേഷത. എപ്പോഴും എങ്ങനെയായാലും ശരി ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതമാണ് അവിടെ ഉണ്ടാവുക. അടുത്ത വീട്ടിൽ ഒരു മരണം നടന്നാൽ പോലും മറ്റുള്ളവർ അറിയുന്നില്ല. ആർക്കും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാൻ സമയവുമില്ല. നിവാരിച്ച ചെലവ്, അനാരോഗ്യം തുടങ്ങിയവയും നഗര ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവരല്ല, പട്ടണത്തിൽ കൂടുതൽ ചിലവുകൾ വരും ജീവിതത്തിൽ. അപ്പം അതും വലിയൊരു പ്രശ്നമാണ്. അനാരോഗ്യവും വേറൊരു പ്രശ്നമാണ്. ജീവിതം ദുസ്സഹമാണെന്ന് അപ്പോഴായിരിക്കും നമുക്ക് തോന്നാം. ഈ ഘട്ടങ്ങളാണ് കഥാനായകനെ തളർത്തിക്കളഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഭാര്യ മരിച്ച നമ്മളുടെ കഥാനായകൻ ജീവിക്കുന്നത്. അതോടുകൂടി അയാളുടെ ജീവിതം എന്തായി? ദുസ്സഹമായി. അയാളുടെ ജീവിതം തകർന്ന മട്ടായി. അയാൾ പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് ഒന്ന് സന്തോഷം വന്ന ഒന്ന് ചിരിക്കാൻ പോലുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാതായിത്തീരുന്നു. കൂടുതൽ വ്യാമോഹങ്ങൾ സമ്മാനിക്കുന്ന നഗരജീവിതം പലപ്പോഴും കടുത്ത നിരാശയിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ പട്ടണത്തിൽ പോയാൽ നല്ലോണം ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചു പോകും. പക്ഷേ കൂടുതലും അത് നിരാശയിലേക്കാണ് മാറാറുള്ളത്. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നായകന്മാർ ചിന്തിക്കുന്നത് നോക്കുക. അപ്പോൾ ഭാവിയെക്കുറിച്ച് പറഞ്ഞില്ലേ, മോനോ ഒരാളെ ഡോക്ടറാക്കണോ, ഒരാളെ എൻജിനീയറാക്കണോ, ഒരാളെ പട്ടാളക്കാരനെന്ന് ആക്കണം എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ആ ചിന്തകളെല്ലാം ഭാര്യയുടെ മരണത്തോടുകൂടി അവതാളത്തിലായിപ്പോയി. ഇനി അടുത്തത് കുടുംബജീവിതം. കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മളൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. KP കേശവമേനോൻ്റെയാണ് കുടുംബജീവിതം. കുടുംബം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് കൂടുമ്പോൾ ഇമ്പമുള്ളത്. അതാണ് കുടുംബം. ഇന്നിപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ 2 ഏട്ടൻ, അല്ല എൻ്റെ 2 അനുജത്തികൾ, 2 അനുജന്മാർ, അത്രയും ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ 2 ആളുണ്ടായാലും ഒരേട്ടൻ, ഒരനുജൻ, അല്ലെങ്കിൽ ഒരേടത്തി, ഒരനുജത്തി, ഞാനും എൻ്റെ താഴെയുള്ള കുട്ടി, അല്ല ഞാനും എൻ്റെ മൂത്തെന്ന് മാത്രം പറയാവുന്നതാണ് ഇന്നത്തെ കുടുംബം. പണ്ടത്തെ കുടുംബം അതല്ല, കുറേ ആളുകൾ പറയാനുണ്ടാവും. പക്ഷെ ഇന്നത്തെ കുടുംബത്തെ പറ്റിയുള്ളൊരു കഥയാണ് ഇവിടെ. കുടുംബ കഥയല്ല, ഒരു ഉപന്യാസമാണ് KP കേശവമേനോൻ്റെ ഈ പാഠം. അപ്പോൾ അതിലെന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വ്യത്യസ്ത സ്വഭാവക്കാർ ഒന്നിച്ചു പാർക്കുന്ന കുടുംബത്തെ സന്തുഷ്ടമായ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുകയാണ് പ്രസിദ്ധ ചിന്തകനായ KP കേശവമേനോൻ കുടുംബജീവിതം എന്ന പാഠത്തിൽ. അതായത് ഇപ്പോൾ ഒരമ്മയും ഒരച്ഛനും, അമ്മേൻ്റെ അച്ഛൻ്റെയും സ്വഭാവം തന്നെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവിടെ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഭർത്താവ് പറയുന്നത് ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ഭാര്യയ്ക്ക് വരുന്ന ഭർത്താവിന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടവും അനിഷ്ടമൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കും. പക്ഷെ അത് നമ്മൾ ഒടുവിൽ എന്ത് ചെയ്യണം? ഒരു സമന്വയത്തിൽ, അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല. പോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരണം. ചിലപ്പോൾ ഭർത്താവ് പറയുന്നത് നമുക്ക് ഭയങ്കര വേദനാജനകമായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞാൽ അതാണ്ട് മറക്കണം. അതേപോലെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവരെയും വേദനിപ്പിക്കുക, അതും അവരും കുറച്ച് കഴിഞ്ഞാൽ മറക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, കുടുംബത്തിൽ സന്തുഷ്ടമായ ജീവിതം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെ.
അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞതിന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് വന്ന് ഇറങ്ങിപ്പോയാൽ പോയത് തന്നെ. ആ കുടുംബം പിന്നെ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നത് എങ്ങനെ, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ത്യാഗങ്ങൾ പറഞ്ഞാൽ അതിന് മാത്രം ത്യാഗമൊന്നും വേണ്ട. ഈ ഒരു സംഭവം നമ്മളുടെ ഇനി വരുന്ന കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, കുട്ടികൾക്കെന്നല്ല ഞങ്ങൾ തൊട്ടിട്ടുള്ളവർക്കൊക്കെ തന്നെ ആ ഭർത്താവ് പറഞ്ഞതിനെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കല്ല വേണ്ടത്. എല്ലാവരും താരതമ്യത്തിൽ മറ്റൊരാൾ പറയുന്നത് ഉൾക്കൊള്ളുക, അല്ലെ മറ്റൊരാൾ പറയുന്നതിൽ ഇത്തിരി ദേഷ്യം തോന്നിയിട്ടുണ്ട് അത് അവിടെ വെച്ചില്ലായ്മ ചെയ്യുക, അങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിതം പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മാത്രമേ കുടുംബമാവുകയുള്ളൂ. ഇനി ആ കുടുംബത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ ഭർത്താക്കന്മാർ മക്കളൊക്കെ ഇതിൽ എന്താണ് ഉത്തരവാദികളാണ്. ഓരോരുത്തരായി കണ്ണികളായിട്ട് കോർത്തിരിക്കുക. അച്ഛൻ, അമ്മ, മക്കൾ എല്ലാം ഒരു ചെയിനിലെ ചങ്ങല പോലെ ഇരിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇനി ആ കുടുംബത്തെ ഭംഗിയായി കൊണ്ടുപോകണം എങ്കിൽ കുടുംബം, ഞാൻ നേരത്തെ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞത്. നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടണം, അതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. ഇനി അതിലെ കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. കുടുംബത്തെ ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്നത് ആര്? മാതാവ്, അമ്മയാണ് ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്ന വ്യക്തി. കുടുംബജീവിതം ദുസ്സഹമാകുന്നത് എപ്പോൾ? ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുവീഴ്ച തയ്യാറാകാതിരിക്കുന്നാൽ കുടുംബജീവിതം ദുസ്സഹമായി തീരും. നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് തമ്മിൽ എന്ത് ചെയ്യണം? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാഞ്ഞാൽ ആ കുടുംബജീവിതം ദുസ്സഹമായി തീരും. കുടുംബജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ആദ്യ പാഠം ഏത്? കുടുംബജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ആനന്ദമാണ് ആ കുടുംബജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ആദ്യ പാഠം. അതായത് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുക, ഭാര്യ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുക, ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക. അങ്ങനെ പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുക. അതാണ് ആദ്യ പാഠം സ്നേഹത്തിൻ്റെ. കുടുംബ ബന്ധത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളേവ? ഏതൊക്കെയാണ്? കുടുംബ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് അമ്മയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും ഞാനാ വലിയ ആളെന്ന് വിചാരിച്ചാൽ ആ കുടുംബം നല്ല നിലയ്ക്ക് പോവുമോ? ഇല്ല. ഞാനാണ് അച്ഛൻ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അതേ ഏകാധിപതിയായിട്ട് നിന്നാൽ കുടുംബം നല്ല നിലയ്ക്ക് പോവുമോ? ഇല്ല. ഞാനാ മൂത്ത മോനെന്ന് വിചാരിച്ച് നിന്നാലോ? അപ്പം എല്ലാവരും എന്ത് വേണം? സഹിഷ്ണുത വേണം, പിന്നെ ഉള്ളഴിഞ്ഞ സ്നേഹം വേണം, കളങ്കമില്ലാത്ത വാത്സല്യം, സന്തോഷത്തോടു കൂടിയ ത്യാഗം, നിസ്വാർത്ഥമായ സേവനം, ഇവയൊക്കെയാണ് കുടുംബത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങൾ. എന്തൊക്കെയാണെന്നും കൂടെ പറയാം. സഹിഷ്ണുത, ഉള്ളഴിഞ്ഞ സ്നേഹം, കളങ്കമില്ലാത്ത വാത്സല്യം, സന്തോഷത്തോടു കൂടിയ ത്യാഗം, നിസ്വാർത്ഥമായ സേവനം, ഇവയൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി സ്വാർത്ഥികളായ ഭർത്താക്കന്മാർ കണ്ടുവരുന്ന ദുശ്ശീലങ്ങളൊക്കെ ഏതൊക്കെ? സ്വാർത്ഥികളായ ഭർത്താക്കന്മാർ, എല്ലാ ഭർത്താക്കന്മാരും ഇല്ല കേട്ടോ, ചില ഭർത്താക്കന്മാരുണ്ട്, അന്നുണ്ട് ഇന്നുണ്ട് ഒക്കെ ഉണ്ട്. അവരുടെ ദുശ്ശീലങ്ങൾ ഏതൊക്കെയാണ്? സ്വാർത്ഥികളായ ഭർത്താക്കന്മാർ കിട്ടുന്ന പണത്തിൽ നിന്ന് കഷ്ടിച്ച് ഭാര്യയുടെ, അതായത് കുടുംബത്തിൻ്റെ ചിലവിന് മാത്രം കൊടുത്തിട്ട്, അതായത് എന്തെങ്കിലും കിട്ടിയാൽ എന്നാൽ പിടിച്ചോന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ കയ്യിൽ ചെറിയൊരു സംഖ്യ കൊണ്ട് കൊടുത്തിരിക്കും. ബാക്കി അവൾ എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ള മട്ട്. ബാക്കി അവൻ കൈ പിടിച്ചിട്ട് എന്തൊക്കെ ചെയ്യും? ചീട്ട് കളിക്കും, മദ്യപാനം ചെയ്യും, സിനിമ കാണും, തോന്നുന്നിടത്തിലൊക്കെ ടൂർ പോകും. ഇങ്ങനെ ദൂർത്തടിക്കും ആണുങ്ങൾ. എന്നാൽ സ്ത്രീകളാണെങ്കിൽ അതൊരിക്കലും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. സ്ത്രീകൾ 10 കിട്ടിയ അതുകൊണ്ട് 12ൻ്റെ അല്ലെങ്കിൽ 15ൻ്റെ പോരപ്പൊലിമയോടുകൂടി ഒരു കുടുംബത്തെ നോക്കാൻ അവൾ സന്നദ്ധയായിരിക്കും. ഇതാണ് എല്ലാ പുരുഷന്മാരും അല്ല കേട്ടോ അവിടെ പറഞ്ഞാൽ, ചില പുരുഷന്മാരുടെ ദുശ്ശീലങ്ങളെയാണ് ലേഖ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർ ചെയ്യുന്ന എന്താണ്? കുറച്ച് പൈസ വീട്ടിൽ കൊടുത്ത് ബാക്കി കൊണ്ടിട്ട് ദുശ്ശീലങ്ങൾ കാണിക്കുക. അതിഥികളോട് പെരുമാറേണ്ടത് എങ്ങനെ? അത് പറയുമ്പോൾ ഏറ്റവും അത് നമുക്ക് ഓർക്കാം. ഹർഷഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യമാണ് എന്ത്? അതിഥി ദേവോ ഭവ എന്ന്. നമ്മളെ വീട്ടിലൊരു അതിഥി വന്നാൽ ദേവന്മാരെ പോലെ പൂജിക്കണം എന്നാണ് പറയുന്നത്. അത്രയും നമ്മൾ എന്ത് കൊടുക്കണം? ബഹുമാന സ്നേഹത്തോടു കൂടി അവരെ സൽക്കരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിഥികളോട് ആദരവോടെ പെരുമാറണം, അതിനെ ഇവിടെയും പറയുന്നത്. നമ്മുടെ വീട്ടിലെ അതിഥികൾ വന്നാൽ വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടി നമ്മൾ അവരോട് പെരുമാറണം. പിന്നെ സ്വഭാവ രൂപീകരണത്തിന് അസ്ഥിവാരമിടുന്നത് എപ്പോൾ? സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കല്ല, കുട്ടികളിൽ നമ്മൾ ആ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിനുള്ള അസ്ഥിവാരം ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ്? നന്ന കുട്ടിക്കാലത്ത് തന്നെയാണ് ഈ സ്വഭാവ രൂപീകരണത്തിന് അസ്ഥിവാരമിടേണ്ടത്.
അന്ന കുട്ടിയാകുമ്പോഴേ നമ്മളത് ചെയ്തു കൊടുത്തേക്കണം. മനുഷ്യൻ്റെ പ്രാഥമിക ബന്ധങ്ങൾ എവിടെ തുടങ്ങുന്നു? മനുഷ്യൻ്റെ ആദ്യത്തെ ബന്ധങ്ങൾ എവിടെ തുടങ്ങുന്നു? മനുഷ്യൻ്റെ പ്രാഥമിക ബന്ധങ്ങൾ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഏറ്റവും ആദ്യം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയാണ്? കുടുംബത്തിൽ നിന്നല്ല, അച്ഛൻ, അമ്മ, ജ്യേഷ്ഠന്മാരോ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഏറ്റവും ആദ്യം അവിടെ നിന്നല്ല തുടങ്ങുന്നത്. പിന്നെ കുടുംബത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത് എപ്പോൾ? നല്ല കുടുംബമായിരിക്കും, ഒക്കെയാണെങ്കിലും ശരി, ചിലയിടത്തിൽ എന്തുണ്ടായിരിക്കും? താളപ്പിഴകൾ ഉണ്ടാവും. അതെവിടെ, എപ്പോൾ, എങ്ങനെ ഉണ്ടാകുന്നത്? എപ്പോൾ? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അറിഞ്ഞു പെരുമാറാതെ വരുമ്പോഴും, അതായത് ആത്മാർത്ഥമായിട്ട് പെരുമാറണം, ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പെരുമാറാം. രണ്ടു കൂട്ടരും ആത്മാർത്ഥമായിട്ട്, ചീത്ത പറഞ്ഞോട്ടെ എടുത്തോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള അങ്ങോട്ടും പറയുക, അവരിങ്ങോട്ടും പറയുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? നിവാരണങ്ങൾ കാര്യങ്ങളും ചെയ്യണം. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ? ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. പിന്നെ പരസ്പരം അറിഞ്ഞ് പെരുമാറാതെ വരുമ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ വരുമ്പോഴുമാണ് കുടുംബ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഒരാൾ പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത ആൾ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. എങ്കിൽ മാത്രമേ കുടുംബജീവിതം കുടുംബമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇനി കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എങ്ങനെ? നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ വാത്സല്യപൂർവ്വം വളർത്തണം. അവരുടെ നടപ്പും നല്ല പെരുമാറ്റവും ശ്രദ്ധിക്കണം. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വാത്സല്യപൂർവ്വം തിരുത്തണം. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വഭാവ രൂപീകരണത്തിന് അസ്ഥിവാരമിടണം. മാതാപിതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മ ഒരിക്കലും കുഞ്ഞുങ്ങളെ അറിയിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കടിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട്, പക്ഷെ അത് മക്കൾ കാണരുത്. നമ്മൾക്ക് പറയാനുള്ള നമ്മൾ ഒറ്റയ്ക്ക് മക്കളിൽ നിന്ന് മറഞ്ഞു നിന്ന് ചെയ്യണം. അല്ലെങ്കിൽ അവരും അത് പറയാം, അച്ഛനും അമ്മയും തല്ലുകൂടണം, പിന്നെ എന്താ ഞങ്ങൾക്ക് തല്ലുകൂടിയ ഇപ്പോഴത്തെ മക്കൾ പ്രത്യേകിച്ചും പറയും. അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? പിന്നെ കുടുംബജീവിതത്തെ പറ്റി ലിൻ യുഡാങ്ങിൻ്റെ അഭിപ്രായം, ഇതൊരു മഹത്തായൊരു അഭിപ്രായമാണത്. ലിൻ യുഡാങ്ങിൻ്റെ അഭിപ്രായം എന്താണ്? വീട് എന്നത് താമസിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടം മാത്രമാണ്. വീടെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് താമസിക്കാൻ കെട്ടിയുണ്ടാക്കിയ കെട്ടിടമാണ്. എന്നാൽ ഉണ്ടാക്കിയ കെട്ടിടം മാത്രമാണ്. ഗൃഹാംഗങ്ങൾ സഹവർത്തിത്വത്തോടെ അതിൽ കഴിയുമ്പോഴേ അതൊരു കുടുംബമാവുന്നുള്ളൂ. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല സഹവർത്തിത്വത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, നല്ല സ്വരച്ചേർച്ചയോടുകൂടി പെരുമാറുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ? കുടുംബമാവുള്ളൂ. അല്ലെങ്കിൽ 5-6 ആളുകൾ താമസിക്കുന്ന ഒരു കെട്ടിടം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? വീട് എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുന്നത് അതല്ല, ഇന്നതാന്ന് മനസ്സിലായില്ലേ? അപ്പം വീടെന്ന് പറയുന്നതും കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെ ആണ് എന്നാണ് നമ്മളുടെ കേശവമേനോൻ്റെ അഭിപ്രായം. അത് ഒട്ടുമുക്കാലും എന്താണ്? സത്യസന്ധവുമാണ്. അദ്ദേഹം അനേകം കൃതികളൊക്കെ എഴുതിയ വ്യക്തിയാണ്. ഒരുപാട് സമ്മാനങ്ങൾ, പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയുമാണ്. ഇനി അടുത്തത് കേരളത്തിലെ കലകൾ. നമ്മുടെ കേരളം കലകളുടെ നാടാണ്. ഇഷ്ടം പോലെ കലകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കെടുക്കാം. കലകളിൽ നിന്ന് വന്നാൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ ഒരുപാട് കലകൾ നിങ്ങളൊക്കെ കണ്ടവരുമായിരിക്കും. കലാരൂപങ്ങൾ കാണാനും ആസ്വദിക്കാനും ഉള്ളതാണ്. കേരളക്കര കലകളുടെ കാര്യത്തിൽ ഏറെ സമ്പന്നമാണ്. സുന്ദര കലകളുടെ കേളി രംഗമാണ് കേരളം. കേരളീയ കലകളുടെ പ്രത്യേക വിശേഷത അടക്കം, ഒതുക്കം, വൃത്തി, തെളിവ്, മിഴിവ് തുടങ്ങിയവയാണ് സുന്ദര കലകൾ എന്ന് പറയുന്നത്. അതായത് നല്ല കലകളുടെ ഒരു കേളി രംഗമാണ് നമ്മളുടെ കേരളം എന്നർത്ഥം. കേരളത്തിൽ ഒട്ടനവധി കലകളുണ്ട്. അത് 2 വിധത്തിലാണ് കലകൾ. ഒന്നെന്താണ്? ദൃശ്യം, മറ്റൊന്ന് ശ്രവ്യം. ദൃശ്യ കലകളും ശ്രവ്യ കലകളുമാണ്. അതിൽ കണ്ടും കേട്ടും ആസ്വദിക്കാൻ വകയുണ്ടാക്കുക എന്നതാണ് സുന്ദര കലകളുടെ സാമാന്യ സ്വഭാവം. അതായത് കണ്ടും കേട്ടും അഭിനയിക്കുക അല്ലേ? ഇപ്പം നമ്മൾ നൃത്തം കാണുകയാണെന്ന് വെച്ചാൽ അഭിനയ ചിത്രം, ശില്പം എന്നിവ എന്താണ്? ദൃശ്യകലകളാണ്. നൃത്തം കാണുന്നതാണ്, അഭിനയം കാണുന്നതാണ്, വരച്ച ചിത്രങ്ങൾ കാണുന്നതാണ്, ശില്പങ്ങൾ എന്താണ്? പ്രതിമകളൊക്കെ കാണുന്നതാണ്. ഇവയൊക്കെയാണ് ദൃശ്യകലകൾ എന്ന് പറയുന്നത്. ഇനി വാദ്യവും സംഗീതവും സാഹിത്യവും ശ്രവ്യകാവ്യങ്ങളാകുന്നു. എന്തൊക്കെയാണ്? വാദ്യം, സംഗീതം, സാഹിത്യം, ഇതൊക്കെ ശ്രവ്യകാവ്യങ്ങളിൽ. ശ്രവ്യം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്, ദൃശ്യം എന്ന് പറയുന്നതോ കാണുന്നത്. അങ്ങനെയുള്ള 2 കലകളായിട്ടാണ് കലകളെ
വകതിരിച്ചിട്ടുള്ളത്. കൊട്ട്, പാട്ട്, കൂത്ത്, ആട്ടം, തുള്ളൽ, കളി, വിളക്ക്, പാന തുടങ്ങിയ പേരുകളാണ് കേരളീയർ കലകൾക്ക് കൊടുത്തിട്ടുള്ള പേരുകൾ. ഒരുപാട് കലകളുണ്ട്, അതിൽ കുറേ എണ്ണമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ്: കൊട്ടുണ്ട്, പാട്ട്, കൂത്ത്, ആട്ടം, തുള്ളൽ, കളി എന്ന് പറഞ്ഞാൽ കഥകളിയൊക്കെ അതിൽ പെടുന്നതാണ്. വിളക്ക്, പാന തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ കലകളാണ്. ഇനി കൊട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കൊട്ടെന്ന് പറയുന്നത് പ്രധാന കൊട്ട് വാദ്യം ചെണ്ട. നമ്മുടെ കേരളത്തിലെ പ്രധാന കൊട്ട് വാദ്യം ആണ്, കൊട്ട് ഉപകരണം ഏതാണ്? ചെണ്ടയാണ്. ചെണ്ട ഒരു വാദ്യോപകരണമാണ്. ഒരുപാട് കൊട്ടുകളുണ്ട്, അതിലെ പ്രധാനപ്പെട്ടത് ഏതാണ്? ചെണ്ടയാണ്. മാരാന്മാരുടെ കുലത്തൊഴിൽ. പണ്ട് കാലത്ത് മാരാന്മാർ മാത്രമേ ആ ചെണ്ട കൊട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അതല്ല കേട്ടോ. മദ്ദളം, തിമില, ചേങ്ങല, ഇലത്താളം, കൊമ്പ്, കുഴൽ, ശംഖ് ഇവയെല്ലാം ഇതിൽപ്പെടുന്നതാണ്. പിന്നെ കൊമ്പ്, കുഴൽ ഇവയെല്ലാം ഇതിൽപ്പെടുന്നത്. ഇനി പാട്ട് എന്ന് പറയുന്നത് ഭദ്രകാളിപ്പാട്ട്, അയ്യപ്പൻ പാട്ട്, വേട്ടയ്ക്കൊരു മകൻ പാട്ട് ഇത്യാദിയാണ്. പാട്ടുകൾ ഓരോ പൂജയ്ക്കൊക്കെ അയ്യപ്പൻ വിളക്കിൽ അയ്യപ്പൻ പാട്ടുണ്ടായിരിക്കും. വേട്ടയ്ക്കൊരു മകൻ അമ്പലത്തിൽ ഉത്സവമുണ്ട്, ചാതിയുടെ വേട്ടയ്ക്കൊരു മകൻ്റെ പാട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ പാട്ടുകളായിട്ട് അതുണ്ട്. പിന്നെ കൂത്ത്, നാടകാഭിനയം എന്നർത്ഥം. ചാക്യാർകൂത്ത്, നമ്പ്യാർകൂത്ത്, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയവയാണ് കൂത്തുകളിൽ പ്രധാനം. ഇതൊക്കെയാണ് ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, പിന്നെ നമ്പ്യാർകൂത്ത് തുടങ്ങിയവ ഇതൊക്കെയാണ് കൂത്തുകളിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ആട്ടം, ഓട്ടംതുള്ളൽ, പാടകം തുടങ്ങിയവ, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, രാമനാട്ടം, അഷ്ടപതിയാട്ടം, മോഹിനിയാട്ടം ഇതൊക്കെയാണ് ആട്ടങ്ങൾ. തുള്ളലുകൾ പറഞ്ഞു. ആട്ടം അതായത് നളചരിത, ആട്ടക്കഥ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ ഒന്ന്. പിന്നെ ഓട്ടം തുള്ളൽ, പാടകം പറച്ചിൽ ഇതൊക്കെ തുള്ളലുകളിൽ വരുന്നു. ഇനി ആട്ടങ്ങളിൽ വരുന്ന ഇതൊക്കെയാണ് കൂടിയാട്ടം. അതൊക്കെ നിങ്ങൾ സ്റ്റേജുകളിലൊക്കെ ഇപ്പോൾ നമ്മളുടെ കലോത്സവത്തിനൊക്കെ അതുണ്ട്, ഹൈസ്കൂൾ സെക്ഷനിൽ. കൃഷ്ണനാട്ടമുണ്ട്, രാമനാട്ടമുണ്ട്, അഷ്ടപതിയാട്ടം, മോഹിനിയാട്ടം ഇതൊക്കെയാണ് ആട്ടങ്ങളിൽ പ്രധാനപ്പെട്ടത്. തുള്ളൽ, അതിൽ ഓട്ടം തുള്ളൽ പല വിധത്തിലുണ്ട്. അതിലൊന്നാണ് ഓട്ടം തുള്ളൽ. പിന്നെ കളി, കഥകളി, കൃഷ്ണനാട്ടം കളിയൊക്കെ അതിൽ വരുന്നതാണ്. കഥകളി, കൈകൊട്ടിക്കളി, പരിചമുട്ട് കളി, കയ്യാങ്കളി, ചൂതുകളി, പുലിക്കളി തുടങ്ങിയവയാണ് കളികളിൽ വരുന്നത്. ഇനി ഇത്രയും കലകളാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ടുള്ളത്. ഇനി ഉണ്ടായിരിക്കും കേട്ടോ, എന്നാലും ഇവിടെ ഇപ്പോൾ പാഠത്തിൽ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഇനി ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് കേരളത്തിലെ അഭിനയ കലകൾ വളർന്നു വന്നിട്ടുള്ളത്. ഈ അഭിപ്രായം പരിശോധിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങളോടനുബന്ധപ്പെട്ട് ഒരുപാട് കലകൾ വന്നിട്ടുണ്ട്, അതൊന്ന് പരിശോധിക്കാം നമുക്ക്. ഏതൊക്കെയാണ്? കൊട്ട്, പാട്ട്, കൂത്ത്, ആട്ടം, ഓട്ടംതുള്ളൽ, കളി, വിളക്ക്, പാന എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കലകൾ. എല്ലാ തരം വാദ്യങ്ങൾക്കും പൊതുവായുള്ള പേരാണ് കൊട്ട്. അപ്പോൾ കുറേ വാദ്യങ്ങളെ പേര് വന്നില്ല, ഇതെല്ലാം കൂടെ കൂടുന്നതിനും കൊട്ടെന്ന് തന്നെയാണ് പറയുക. ഇടയ്ക്ക, ചെണ്ട, മദ്ദള, ഇലത്താളം, ചേങ്ങല, കൊമ്പ്, കുഴൽ, ശംഖ് ഇവയെല്ലാം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിൽ തന്നെ ഉപയോഗിക്കുന്നത്. അയ്യപ്പൻ പാട്ട്, ഭദ്രകാളിപ്പാട്ട്, വേട്ടയ്ക്കൊരു മകൻ പാട്ട് എന്നിവയും ക്ഷേത്രങ്ങളെ ബന്ധപ്പെട്ടതാണ്. വളർന്നു വന്നത് കൂത്ത് അമ്പലങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന ഉറവിടം എവിടെയാണ്? അമ്പലങ്ങളാണെന്ന് അർത്ഥം. ആട്ടങ്ങളിൽപ്പെട്ട കളിയാട്ടം, രാമനാട്ടം, പിന്നെ അഷ്ടപതിയാട്ടം എന്നിവയും ക്ഷേത്ര സന്നിധിയിലാണ് നടത്തി വരുന്നത്. തുള്ളൽ ക്ഷേത്രപറമ്പിലാണ് ജന്മമെടുക്കുന്നത്. വിളക്ക്, പാന തുടങ്ങിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നത് തന്നെ. അപ്പോൾ ഇപ്പം പറഞ്ഞതിൽ വെച്ച് 99% എവിടെ വന്നതാണ്? അമ്പലങ്ങളിൽ നിന്ന് വന്ന കലകളാണ് എന്നർത്ഥം. ഇനി ദൃശ്യ ശ്രവ്യ കലകളെ സംയോജിപ്പിക്കുന്നത് കേരളീയർ പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതായി കാണാം. ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. എന്തൊക്കെയാണ്? ദൃശ്യ ശ്രവ്യ കാവ്യങ്ങളിൽ കേരളീയരുടെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളിൽ വെച്ച് നടത്തുന്ന നാടകാഭിനയമാണ് കൂത്ത്. നാടകം അഭിനയിക്കുന്ന പോലെ കളിക്കുന്നതാണ് കൂത്തെന്ന് പറയുന്നത്. മിഴാവും കുഴിത്താളവും ഈ ദൃശ്യം കുഴിത്താളം, ഇടയ്ക്ക, കുഴൽ, ശംഖ് എന്നിവ വേണം. ആ കൂത്ത് കളിക്കുമ്പോഴേ എന്തൊക്കെ കൊട്ടുകൾ വേണമെന്ന് പറയുന്നത്? ഇലത്താളം വേണം, പിന്നെ മിഴാവ് വേണം, പിന്നെ കുഴൽ വേണം, ശംഖ് തുടങ്ങിയ
ഉപകരണങ്ങളൊക്കെ വേണം. തുള്ളലിൽ ഗീതവും വാദ്യവും ഇല്ലാത്ത സമയമില്ല. തുള്ളൽ, ഓട്ടം തുള്ളലിലൊക്കെ വാദ്യവും പിന്നെന്താ പറഞ്ഞത്, ഗീതവും പാട്ടും ഇല്ലാത്ത സമയമില്ല. പാട്ട്, ആട്ടം, വാദ്യ, വേഷവിധാനം എന്നിവയാണ് മുഖ്യം. പാട്ട്, ആട്ടം, വാദ്യ, വേഷവിധാനം. പാട്ടിലും ആട്ടത്തിലും എന്താണ് വേഷവിധാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാത്തിനും ഉണ്ട് വേഷവിധാനങ്ങളും പാട്ടും ഒക്കെ, എല്ലാത്തിലും ഉണ്ട് കേട്ടോ. കഥകളി അനവധി സുന്ദര കലകളുടെ സംയോജ്യ രൂപമാണ്. വ്യക്തമാക്കുക. കഥകളി ഇന്നിപ്പം നമ്മളുടെ സമൂഹത്തിൽ എവിടെയും അങ്ങനെയൊന്നും കാണാറില്ല. ഗുരുവായൂർ പോയാൽ ചിലപ്പോൾ കഴിയാറുണ്ട്. അല്ലാതെ നമ്മളുടെ അവിടെ നിന്ന് ഒരു അമ്പലത്തിലൊന്നും ഇതുവരെ അങ്ങനെ കുറേ കാലത്തിന് അങ്ങനെ കാണുന്നില്ല. ഇത് ഒന്ന് വ്യക്തമാക്കാം. കൊട്ട്, പാട്ട്, കൂത്ത്, ആട്ടം, തുള്ളൽ, കളി, വിളക്ക്, പാന എന്നിവയാണ് നമ്മളുടെ സുന്ദര കലകൾ. കൊട്ട് കഥകളിയിൽ മുഖ്യമാണ്. കഥകളി കൊട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ചെണ്ട, ഇലത്താളം, ചേങ്ങില, മദ്ദളം, ശംഖ് എന്നിവയെ മുഖ്യമായി ഉപയോഗിക്കുന്നു. പദങ്ങൾ അഭിനയിക്കുന്നതിന് പറ്റിയ രീതിയിൽ ഭാഗവതർ ആലപിക്കുന്നു. പദങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളി പാട്ടിനാണ് പദങ്ങൾ എന്ന് പറയുന്നത്. അത് ഭാഗവതർ ചൊല്ലുമ്പോൾ അതിനനുസരിച്ച് കൊട്ട് നടത്തുന്നു. ഇത് അഭിനയത്തെ സഹായിക്കുന്നു. ആ കൊട്ടിനും പദത്തിനും അനുസരിച്ച് അവർ കൈകൊണ്ടും മുഖം കൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നു. ചാക്യാർ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും വേഷസമ്പ്രദായങ്ങളും അഭിനയ സങ്കേതങ്ങളും കഥകളിയിൽ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാക്യാർ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും എല്ലാത്തിൽ നിന്നും ആംഗ്യങ്ങളൊക്കെ ചാക്യാർ കൂത്തിലും ഓട്ടംതുള്ളലിനും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇതിലേക്ക് എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. കഥകളിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ ആംഗ്യങ്ങൾ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ മിക്ക കേരളീയ കലകളുടെയും സംയോജിത രൂപമാണ് കഥകളി. ചുരുക്കി പറഞ്ഞാൽ കഥകളി എന്ന് പറയുന്നത് ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത് ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള കലകളുടെ എല്ലാം കൂടെ എന്താണ് പറയുന്നത്, ഒരു സംയോജിത രൂപമാണ് എന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി കുലത്തൊഴിലായി മാറിയ കലകൾ ഏതൊക്കെ? അപ്പം നേരത്തെ ചെണ്ട കൊട്ടണ മാരാന്മാർക്ക് മാത്രമുള്ളതാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുലത്തൊഴിൽ ഏതൊക്കെയാണ്? ചെണ്ടകൊട്ട് മാരാന്മാരുടെ കുലത്തൊഴിലാണ്. പിന്നെ ചാക്യാർകൂത്ത്, കൂടിയാട്ട എന്നിവ ചാക്യാന്മാരുടെ കഥാപ്രസംഗത്തെ അനുകരിച്ചുണ്ടായ പാടകം മറ്റു അമ്പലവാസികളുടെയും, അതും അമ്പലവാസികളുടേതാട്ടോ. പാടകം പറച്ചിൽ കുറത്തിയാട്ടം കുറവന്മാരുടെയും പൂതം കെട്ടിക്കളിക്കൽ മണ്ണാന്മാരുടെയും കുലത്തൊഴിലായി മാറി. പല വിധത്തിലുള്ള രൂപത്തിലാണ് നമ്മളുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുള്ള. അതിനൊക്കത്തിനും ഓരോന്നിൽ നിന്നും ഓരോരോ തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടം വായ്പകളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പാടകം മറ്റുള്ള അമ്പലവാസികളുടെയും, കുറത്തിയാട്ടം കുറവന്മാരുടെയും, ഭൂതം കെട്ടിത്തുള്ളൽ മണ്ണാന്മാരുടെയും കുലത്തൊഴിലാണ്. ഇനി സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തുക. തോൽപ്പാവക്കൂത്ത്, ചാക്യാർകൂത്ത് ഏതാണ്ട് ഒരുപോലെയാണ്. ഈ അഷ്ടപതിയാട്ടം മോഹിനിയാട്ടത്തിൻ്റെ ഏതാണ്ട് രൂപമാണ്. ഈ തോൽപ്പാവക്കൂത്തും ചാക്യാർകൂത്തും അമ്പലങ്ങളിലാണ് നടത്തുന്നത്. രണ്ടിന് ക്ഷേത്രാങ്കണത്തിൽ തന്നെയുള്ള കൂത്തുമാടമോ കൂത്തമ്പലമോ വേണം. ഏതിന് രണ്ടിനുമാണ്? ചാക്യാർകൂത്തിനും തോൽപ്പാവക്കൂത്തിനും അമ്പലം തന്നെ വേണം. അമ്പലത്തിൻ്റെ തിടപ്പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലമുറ്റത്തോ വെച്ചായിരിക്കും നടത്തുക. പുരാണ ഇതിഹാസങ്ങളിലെ കഥാഭാഗങ്ങളാണ് രണ്ടിൻ്റെയും വിഷയം. പുരാണ കഥാപാത്രങ്ങളായിരിക്കും, അതിൻ്റെ കഥകളായിരിക്കും അതിൻ്റെ വിഷയം. ഇവയാണ് പ്രധാന സാമ്യങ്ങൾ. ഇനി വൈജാത്യങ്ങൾ ഇവയാണ്. മധ്യ കേരളത്തിൽ മാത്രമാണ് വ്യത്യാസം. എന്താണ്? മധ്യ കേരളത്തിൽ മാത്രമാണ് എന്ത് നടത്തുന്നത്? തോൽപ്പാവക്കൂത്ത് നടത്തുന്നത്. ക്ഷേത്രങ്ങളിൽ ചാക്യാർകൂത്ത് നടത്തിയത്. ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ചാക്യാർകൂത്ത് നടത്തുന്നത്. തോൽപ്പാവക്കൂത്തിൽ പാട്ടുകൾ പിടിച്ച് നിന്നുകൊണ്ട് പാലക്കാടൻ തമിഴ് സംസാരിക്കുമ്പോൾ ചാക്യാർമാർ വേഷം കെട്ടി നടത്തുന്ന നാടകാഭിനയമാണ് ചാക്യാർകൂത്ത്. അതായത് അതൊരു തരം നാടകാഭിനയമായിട്ടാണ്. അതായത് പാട്ട് പാടുമ്പോൾ അതിനോടനുബന്ധിച്ച് ആട്ടം ചെയ്യുന്നതാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അഷ്ടപതി ആട്ടത്തിലും മോഹിനിയാട്ടത്തിലും നൃത്തവും ഗീതവുമുണ്ട്. അഷ്ടപതിയാട്ടമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. മോഹിനിയാട്ടമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടുകേട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. പിന്നെ രണ്ടും കേരളത്തിൽ വേണ്ടത്ര പ്രചാരം ലഭിച്ച കലകളാണ്. അഷ്ടപതിയാട്ടം കേരളീയമാണ്. എന്നാൽ മോഹിനിയാട്ടം പാണ്ഡ്യനാട്ടിലും മറ്റും ഉപയോഗിച്ചിരുന്ന ദാസിയാട്ടത്തിൻ്റെ വകഭേദമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. മോഹിനിയുടെ ആട്ടം അത് തമിഴ്നാട്ടിലാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ
ബ്രാക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആ പാഠത്തിൽ വരുന്നത്. പിന്നെ കേരള കളമെഴുത്ത് പറഞ്ഞാൽ എന്ത്? 5 നിറത്തിലുള്ള പൊടികൾ കൊണ്ട് ഭദ്രകാളി, അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ മുതലായ കേരളീയ ദൈവങ്ങളുടെ പഞ്ചവർണ്ണ ചിത്രമെഴുത്തിനെയാണ് കളമെഴുത്തെന്ന് പറയുന്നത്. കളമെഴുത്തും പാട്ടും എന്നൊക്കെ കേട്ടിട്ടില്ല. 5 നിറങ്ങളെ കൊണ്ടാണ് എഴുതുക. പിന്നെ സുന്ദരകലകളുടെ സാമാന്യ സ്വഭാവം എന്ത്? കണ്ടും കേട്ടും ആലോചിച്ചും ആനന്ദിക്കുവാൻ വകയുണ്ടാക്കുക എന്നതാണ് സുന്ദരകലകളുടെ സാമാന്യ സ്വഭാവം. കഥകളിയുടെ ചടങ്ങുകൾ എന്തെല്ലാം? കഥകളി തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറേ ചടങ്ങുകളുണ്ട്. അതെന്തൊക്കെയാണ് നയിക്കുന്നത്? ഇപ്പോൾ ഏതൊക്കെയാണ് കഥകളിയുടെ ചടങ്ങുകൾ? കേളിക്കൈ, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേള, പദ. ഇതൊക്കെയാണ് കഥകളിയുടെ തുടക്കത്തിൽ തന്നെ. അത് ഓരോന്നാരുടെ സ്റ്റേജിൽ നിന്ന് അവർ കാണിക്കുക. അറിയുന്നവർക്ക് അതറിയാം, ഇന്നതാണെന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കേരളത്തിലെ കലകൾ എന്ന് പറയുന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി ഒരു യാത്രാ വിവരണമാണുള്ളത്. യാത്രാ വിവരണം എന്ന് പറഞ്ഞാൽ ലേഖകൻ ഉൾനാട്ടിലെ ഒരു ഉത്സവം, ബാലിദ്വീപ് പോയിട്ട് കണ്ട കാഴ്ച. ബാലിദ്വീപും നമ്മളുടെ കേരളവും തമ്മിലുള്ള സാമീപ്യത്തെ പറ്റിയാണ് അതിൽ പ്രധാനപ്പെട്ടിട്ട് പറയുന്നത്. നോക്ക്, ആരാണ്? എസ്.കെ. പൊറ്റക്കാട്. യാത്ര എഴുതുന്ന വ്യക്തിയിൽ പ്രധാനപ്പെട്ട വ്യക്തിയല്ല. എന്തൊക്കെയാണ്? സഞ്ചാര സാഹിത്യത്തെ സ്ഥിരപ്രതിഷ്ഠ നേടിയ എസ്.കെ. പൊറ്റക്കാട് ശങ്കരൻകുട്ടി എന്നാണ് പേര്. കോഴിക്കോട് ജനിച്ചു. ഇനി അധ്യാപകനായിരുന്നു. പിന്നെ സാഹിത്യകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, ലോകസഭാംഗം, അതായത് രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സഞ്ചാരിയുമായിരുന്നു. പിന്നെ ജ്ഞാനപീഠ അവാർഡ്, കേരള സാഹിത്യ അക്കാദമിക്കുള്ള അവാർഡുകൾ ലഭിച്ചു. അവാർഡുകൾ ഇഷ്ടം പോലെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാഠത്തെ ഗ്രന്ഥകർത്താവ് ബാലി ദ്വീപിൽ കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് വിവരിക്കുന്നത്. ബാലി ദ്വീപിൽ പോയപ്പോൾ അവിടെ കണ്ട അനുഭവങ്ങളും അത് നമ്മളുടെ കേരളത്തോട് തുലന ചെയ്തിട്ടുമുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ബാലി ദ്വീപും കേരളവും തമ്മിലുള്ള സമാനതകൾ. ബാലി ദ്വീപിലെ തൊടികൾ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തി കൊണ്ടുവന്ന് വെച്ച പോലെ തോന്നും. കേരളത്തിലെ അതേ തൊടികൾ എടുത്ത് ബാലി ദ്വീപ് കൊണ്ടുവച്ചതാണോ എന്ന് തോന്നും. പിന്നെ അടുത്തത് ചേവായൂരിലെ നാണുനായരുടെ കടയിലെ അതേ പുട്ട് തന്നെ. അവിടുന്ന് പുട്ട് കഴിച്ചു. ആ പുട്ടിൻ്റെ സ്വാദ് അദ്ദേഹത്തിന് എന്തുപോലെ തോന്നിയത്? ഇവിടെ ചേവായൂരിലെ നാണുനായരുടെ പീഡിയത്ത് പുട്ടുപോലെ തോന്നി. ഓരോരോ അതായത് സമാനതകളാണ് കേട്ടോ ലേഖകൻ പറയുന്നത് വെച്ച പോലെ തോന്നും. പിന്നെ കേരളത്തിലെ പറമ്പുകളിലേതുപോലെ തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ് പറമ്പുകളിൽ തലപൊക്കി നിൽക്കുന്നു. പടർന്നു പന്തലിച്ച കടപ്ലാവുകൾ, വെറ്റിലക്കൊടി, വാഴ, മാതളം, പപ്പായ എല്ലാ പറമ്പുകളിലും കാണുന്നു. ഇങ്ങനെ ബാലി ദ്വീപിനും കേരളത്തിനും പല വിധത്തിലുള്ള സമാനതകൾ ലേഖകൻ അവിടെ കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ ലേഖകൻ പറയുന്ന കേട്ടാൽ നമ്മളുടെ കേരളം തന്നെയാണ് അത് എന്ന് തോന്നിപ്പോൾ. അങ്ങനെയുള്ള ഒരു വിവരണമാണ് ലേഖകൻ ബാലി ദ്വീപിൽ കണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പറയാം. ചക്കോർദയും വയറ് കുലുങ്ങാൻ ചിരിച്ച സംഭവം ഏത്? ചക്കോർദ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു ഫ്രണ്ടാണ്. അയാൾ എന്തിനാണ് വയറ് കുലുങ്ങ ചിരിച്ചത്, പൊട്ടിച്ചിരിച്ചത് എന്തിനാന്നാണ്. വേലക്കാരൻ വഴിയിൽ ഉരുണ്ട് വീണ സംഭവം കണ്ട്. പിന്നെ പപ്പടം ചുടുന്നത് പോലെ അനുഭവപ്പെട്ട മണം എന്തായിരുന്നു? പാമ്പിൻ്റെ വായ്നാറ്റം. അതാണ് പപ്പടം ചുട്ട പോലത്തെ മണം. പിന്നെ ആ ചൂട്ടിൻ്റെ കോലവും കെട്ടും മട്ടും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഏത് ചൂട്ടിൻ്റെ? ആ ബാലി ദ്വീപിലെ ചൂട്ടിൻ്റെ. പറയാൻ കാരണം ചേവായൂരിലെ രാരുനായരുടെ പീടികയിൽ വിൽക്കാൻ വെച്ചിരുന്ന അതേ ചൂട്ടിൻ്റെ രൂപം തന്നെ. അതുകൊണ്ടാണ് ലേഖകൻ അത്ഭുതപ്പെട്ടത്. ഇപ്പോൾ ചേവായൂർ കോഴിക്കോടാണല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അപ്പോൾ അവിടെ ഉള്ളൊരു കടയിലെ ചൂട്ട് എപ്രകാരമാണോ അത് തന്നെ ബാലി ദ്വീപിലത്തെ ചൂട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മിന്നാമിനുങ്ങിൻ പറ്റം മണ്ണെണ്ണ വിളക്കുമായി മാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത്? മിന്നാമിനുങ്ങ് കൂട്ടാണെന്ന് കുറേ ദൂരെ നിന്ന് ഇങ്ങനെ ലേഖകന് തോന്നി. കുറേ മിന്നാമിനുങ്ങൾ ഇരിക്കുന്ന പോലെ.
ലേഖ നടന്ന് കുറേ അവിടെ എത്തിയപ്പോൾ അതെല്ലാം മണ്ണെണ്ണ വിളക്കുകളാണെന്ന് തോന്നി. ഏതാണെന്നാണ് ചോദിക്കുന്നത്. അകലെ നിന്ന് നോക്കിയപ്പോൾ മിന്നാമിനിൻ പറ്റം പോലെ തോന്നിയത് അടുത്തെത്തിയപ്പോൾ മണ്ണെണ്ണ വിളക്കുകളാണെന്ന് ബോധ്യപ്പെട്ടു. അതാണ് ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ കണ്ടതാണത് പറയുന്നത്. ബാലിയിലെ ചുറ്റമ്പലങ്ങൾ കേരളത്തിലേതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മളുടെ ചുറ്റമ്പലങ്ങൾ നിങ്ങൾ കണ്ടു കാണുന്നില്ല, നമുക്കൊരു ചുറ്റമ്പലമേ ഉള്ളൂ. എന്നാൽ ബാലി ദ്വീപത്തിന് വ്യത്യാസമുണ്ട്. അതെന്താന്ന് നോക്കൂ. ബാലിയിലെ ക്ഷേത്രങ്ങൾക്ക് 3 ചുറ്റമ്പലങ്ങളാണുള്ളത്. നമുക്കൊന്നുമില്ലെങ്കിൽ അവിടെ 3 ചുറ്റമ്പലങ്ങളുണ്ട്. ഇനി ബാലിക്കാർ തീർത്ഥം സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്? തീർത്ഥജലം മുത്തിക്കുടിക്കുന്നതിന് ശേഷം നനഞ്ഞ കൈ തലയിൽ തേക്കുന്നു. നമ്മളും ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കുടിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെ ആക്കുള്ളൂ. പക്ഷെ അവരത് തലയിൽ ഇങ്ങനെ തേക്കുന്ന പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ബാലി സ്ത്രീകളുടെ ഉത്സവ വേഷത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ബാലി ദ്വീപിലേക്ക് വരുന്ന സ്ത്രീകളുടെ വേഷവിധാനം എന്തൊക്കെ? സ്വർണ്ണ കസവിൻ്റെ ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും വിലസുന്ന പച്ച പട്ടുതുണി, കാലിൻ്റെ നെരിയാണി കവിയുമാറ് താഴ്ത്തിയെടുത്ത് മാറു പകുതി മറച്ചുകൊണ്ട് വയറ്റിന് മീത് ഒരു മഞ്ഞക്കച്ച ചുറ്റി തലമുടിക്കെട്ടിൽ ഒരു വെള്ളമാല തൂവാല മടക്കി കെട്ടിയിട്ടുണ്ട്. നടന ഭംഗി കലർന്ന കാൽവെപ്പുകളോടെയാണ് ആ കമനീയാങ്കികൾ നടക്കുന്നത്. പച്ച കസവുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. കാലിൻ്റെ നെരിയാണി വരെ, അതായത് നല്ലോണം താത്തി എടുത്തിട്ടുണ്ട്. മാറ് പകുതി മറച്ചിട്ട് അതേ ഭാഗത്തൊരു വെള്ള തുവാല കെട്ടിയിട്ടുണ്ട്. അതേപോലെ തലയിലും എന്ത് ചെയ്തിട്ടുണ്ട്? തലമുടിയിലും ഒരു വെള്ള തുവാല കെട്ടിയിട്ടുണ്ട്. വയറ്റിന് മീതെ മഞ്ഞയാണ് കേട്ടോ. വയറ്റിന് മീതെ മഞ്ഞ തുവാലയും തലയിൽ വെള്ള തുവാലയുമാണ് കെട്ടി. എന്നിട്ട് നടന ഭംഗിയോടെ ആ നടക്കുന്നതിൻ്റെ ഭംഗി വളരെ കൗതുകമുള്ള ഭംഗിയോടുകൂടിയാണ് അവർ നടന്ന് അമ്പലത്തിലേക്ക് നീങ്ങിയിരുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത്, ക്ഷേത്രത്തിലെ നൃത്ത കലാപരിപാടികൾ നടക്കാത്ത എന്തുകൊണ്ട്? അന്നത്തെ കുറേ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട്? എന്താണ്? മഴ കാരണം. ഭയങ്കര മഴയായിരുന്നു എന്ന് വന്നില്ലേ, അത് കാരണം അതെല്ലാം മാറ്റി വെക്കേണ്ടി വന്നു. അപ്പത്തട്ടുകൾ നവരത്ന ഖചിതമായ മതിലുകൾ പോലെ തോന്നാൻ കാരണമെന്ത്? അതായത് പെണ്ണുങ്ങളുടെ ഒക്കെ തലയിൽ അപ്പക്കൊട്ടുണ്ടെന്ന് വന്നില്ലേ, അതെല്ലാം നവരത്ന ഖചിതമായ മതിലുകൾ പോലെ എന്ന് പറഞ്ഞു. ആ അപ്പങ്ങൾക്കൊക്കെ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്? തട്ടുകളിൽ അപ്പങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ തീർത്തവയായിരുന്നു. അതാണ് അപ്പങ്ങൾക്ക് എന്ത് കളറാണ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അത് പല നിറത്തിലുള്ളതായതുകൊണ്ടാണ് ലേഖകൻ എന്ത് പറഞ്ഞത്? അത് നവരത്ന ഖചിതമായതായി തോന്നി, മതിലുകളായി തോന്നി എന്ന് പറയാൻ കാരണം. ഊട്ടുപുരയിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഊട്ടുപുരയിലെ പ്രവർത്തനങ്ങൾ അവിടെ പെണ്ണുങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നതെന്നർത്ഥം. പെണ്ണുങ്ങൾ അരി ഇടിക്കുകയും മസാല പൊടിക്കുകയും നാളികേരം ചെരുകുകയും ഒക്കെ ചെയ്തിരുന്നു ഊട്ടുപുരയിൽ. ഇനി അപ്പത്തട്ടുകൾ നവരത്ന ഖചിതമായ മതിലുകളിൽ പോലെ തോന്നാൻ കാരണമുണ്ട്. അതെന്നെ നേരത്തെ പറഞ്ഞത് എന്താണ്? പല നിറത്തിലാണ് അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം. അപ്പോൾ ഇത്രയുമാണ് ഒരു ഉൾനാട്ടിലെ ഉത്സവം എന്ന് പറയുന്ന പാഠത്തേത്. അപ്പോൾ അത്രയും ഉൾനാട്ടിലെ ഉത്സവവും കഴിഞ്ഞു. ഇന്നത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.